സുഹൃത്തുക്കളെ, ഇതാണല്ലേ കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നർ കൊണ്ടിതാ ഒരുപാട് ജീവിതങ്ങൾ ഇതുണ്ടല്ലേ വലൊക്കെ നശിച്ചിട്ട് കിടക്കണം. അപ്പോൾ അതിൻ്റെ വർക്ക് കണ്ടില്ല, ഇവർ സങ്കടപ്പെട്ടിട്ടാണ് പറയുന്നത് നമ്മളോട്. അപ്പോൾ ആ കാര്യം ഇവരെന്നെ നമ്മളോട് പറയും. നമുക്ക് ചോദിച്ചു നോക്കാം എന്താ സംഭവിച്ചതെന്നുള്ളത്. നോർത്ത് 34 കോരിയതാണ്, 18 മാറി. എന്നിട്ട് 18 മാറിക്കോയിട്ട് മൊത്തം വലയും പോയി. അങ്ങനെ 20,000 രൂപേൻ്റെ വല കൊണ്ട് സ്വർണം വെച്ച് വാങ്ങിയതാണ്. അതുകൊണ്ട് തീവില്ല, അതും കഴിയില്ല. ഇപ്പം കുറഞ്ഞ പണിയാണ്. ഇനി ഫുള്ള് പണിയെടുക്കണേ ഇനി ഒരു 25,000 രൂപേൻ്റെ വല വാങ്ങണം. ചാവക്കാട് ചാവക്കാട് തെക്ക് കണ്ടെയ്നർ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ മീൻ കാട്ടി വല അടിച്ചാണ്. മീൻ താഴെ കൂടെ വന്ന് കുടുങ്ങി വല മൊത്തം പൊട്ടിപ്പോയപ്പോൾ നമ്മൾ അറിയണത് കണ്ടെയ്നറാന്നുള്ളത്. കണ്ടെയ്നർ ഒരു കണ്ടം നമ്മളെ വലയിലുണ്ടായിന്. പല ആളുകളും അറിയാം, പക്ഷെ ഇത് നമ്മൾ കാണുന്നില്ല. നമ്മളെ വെള്ളത്തിനടിയിലല്ല ഇത് കിടക്കേണ്ടത്. വല മൊത്തം ഇറ്റ് പോയി. നിങ്ങൾ കാണാം, വല പൊളിഞ്ഞാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിപ്പോ പുതിയത് നമ്മൾ 20 കിലോ വല കൊടുന്ന് വെച്ചിട്ടും വല ശരിയായിട്ടാ. ഇതെല്ലാം ഭാഗത്ത് മാറാണ്ട് ഇത് കാണുന്ന പുതിയ വല നമ്മളിപ്പോ വെക്കാണ്. ആ, നമ്മള് കണ്ടെയ്നറെ കണ്ടപ്പോഴാണ് അറിയണത് കണ്ടെയ്നർ കുടുങ്ങിയതാന്നുള്ളത്. 10 രൂപ കിട്ടണ സമയമാണ്. ഈ സമയത്ത് നമ്മളെ വലയും പൊളി നമ്മൾ വല പണിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതിപ്പോൾ 5 ആൾ പണിയെടുത്ത് 1 മാസം പിടിക്ക് നിൽക്കണം പണിയെടുത്ത് വരണമെങ്കിൽ. എന്താ ചെയ്യുക? നമ്മളൊരു മാസം ഒരാഴ്ച ഇൻഷൂർ അടക്കാൻ തെറ്റിയതിന് വേണ്ടിയാണ് നമ്മളെ ഫൈന് 5,000 രൂപ ഫൈൻ അടിച്ചത്. ഒരു അപ്പീൽ ചെയ്തിട്ട് നമുക്ക് ഇതാക്കിയിട്ടില്ല. നമ്മൾ ഇൻഷൂർ വേറെ ഒരാഴ്ച തെറ്റിയുള്ളൂ. അതിന് ഗവൺമെൻറ് അല്ല നമ്മളെ ഫിഷറീസ് ഓഫീസ് സംസാരിച്ചിട്ടൊന്നും അവർ നമുക്ക് തന്നില്ല. എന്നുവെച്ചാൽ കളർ അടിച്ചിട്ട് അവർക്ക് കളർ തൂണിമ ലേശം വെള്ള പെയിന്റ് ഉണ്ടാക്കി പറഞ്ഞ് കളർ മാറ്റിയടിക്കണം. ഇതിനൊന്നും ഒരാൾ നമുക്ക് പറയാനില്ല, ചോദിക്കാനില്ല. നമ്മളെ വല പൊളിയണത് വല മുറിയണത് ഇതിനൊന്നും ഒരാൾ സംസാരിക്കാനില്ല. ഇപ്പോൾ സ്വർണ്ണം പണയം വെച്ചാണ് ഇപ്പം വല എടുത്തിനെ. പിന്നീടും വല തീവില്ല. ഫിഷർമാൻ്റെ കായ് 300 ആക്കി. ആരും പ്രതികരിക്കാനില്ല. നമ്മൾ ആകെ പ്രശ്നത്തിലാണ്. ഇപ്പോൾ 10-20,000 രൂപയുടെ വലയൊക്കെ കൊടുന്ന് വലൻ്റെ പണി തീർന്നിട്ടില്ല. ഇതുകൊണ്ട് തീരൂല. അടുത്തത് ഇനി 20,000 വേണം. 5 ആൾ കൂടിയിട്ട് അന്നൊക്കെ ജോലി ചെയ്തിട്ട് കിട്ടുന്ന ജീവിത മാർഗ്ഗമാണിത്. ഇങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? രണ്ട് കപ്പൽ നഷ്ടപ്പെട്ടിട്ട് ഇന്ന് കരമേൽ സർക്കാർ പ്രൈവറ്റുകാരൊക്കെ ചർച്ച വെച്ചിട്ട് അതിൻ്റെ സാധനത്തിനൊക്കെ റേറ്റ് കൂടുന്നു. അങ്ങനെ കൂടുന്നത് ജീവിക്കാൻ മാർഗ്ഗമില്ല. അതുകൊണ്ട് എന്താ ചെയ്യുക? ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഞങ്ങൾ കണ്ടെത്തണം. ഇത് ഞങ്ങളിത് മാത്രമല്ല, വെള്ളക്കാർ വലിയ ടീം 50 ആൾ 60 ആൾ പോണൊക്കെ ഇതൊക്കെ വലയൊക്കെ കുടുങ്ങി കണ്ടെയ്നറൊക്കെ നഷ്ടപ്പെട്ട് കണ്ടെയ്നറൊക്കെ വലയിൽ കുടുങ്ങി ഇങ്ങനെ കുറേ നഷ്ടപ്പെട്ടു വലകളൊക്കെ. ഇതിപ്പോൾ ഞങ്ങൾ വലയത് ഞങ്ങൾക്ക് ഈ കണ്ടെയ്നർ കാണില്ല. ചെറിയ വലയല്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ വല, ഇത്ര വെയിറ്റ് താങ്ങാന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും നടപടി കാണണം, സഹായങ്ങൾ കാണണം. നിങ്ങൾ മനുഷ്യത്വത്തിൽ എവിടെ പോവും? രക്ഷപ്പെടണമായിരിക്കല്ല. ഒരു ലോണും കാര്യങ്ങളും നിങ്ങൾ മത്സ്യപ്പെട്ടുന്നവർ ഒന്നും തന്നിട്ടില്ല. നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു നഷ്ടപരിഹാരം സർക്കാർ കൊടുക്കണില്ല. ഒരുപാട് വലകളൊക്കെ ബെയ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് വല മുറിഞ്ഞു പോയി. കണ്ടെയ്നർ കുടുങ്ങി. 19,000 രൂപേൻ്റെ വല ഇപ്പോൾ നഷ്ടം വന്നേ നമുക്ക്. സർക്കാർ ഇതിന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം. മത്സ്യത്തൊഴിലാളികളെ നഷ്ടത്തിന് ലക്ഷങ്ങളാണ് സർക്കാർ ചോദിക്കുന്നത്. ലക്ഷങ്ങൾ ചെറുതല്ല. എന്നിട്ട് അതിന്ന് 1% നമുക്ക് തരാണെങ്കിലേ സങ്കടമില്ല. എന്തായാലും ഈ ഒരു ദുരിതം സർക്കാർ കാണണമെന്നുള്ളത് കൊണ്ടാണ് ഒരു ദുരിതം സർക്കാർ ഒന്ന് കണ്ണു തുറന്ന് നോക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവർക്ക് പറയാനുള്ളത്. എന്തായാലും വീഡിയോ അവസാനിക്കുകയാണ്. ഒരുപാട് വലകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. നമ്മളെ 1 മാസത്തെ പണി പോയി. 10 രൂപേൻ്റെ പൈസ വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന ടൈമാണ് ഇപ്പോൾ. അതിപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. സീസൺ പണിയാണ്. വല വിരിച്ചാലും അധികാരമുള്ളവർ കണ്ണു തുറക്ക്. മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു 10 രൂപ കിട്ടുന്ന ടൈമാണ് ഇപ്പോൾ. അത് ആ ടൈമിൽ ഇപ്പോൾ നമുക്ക് വല നഷ്ടപ്പെട്ടു പോയി. 1 മാസത്തെ പണി പോയി നമ്മൾ. ഇതൊക്കെ നമ്മൾ ആരോടെ പറയല്? സർക്കാരിനോടല്ല വേറെ ആരോട് പറയാൻ പറ്റുമോ നമുക്ക്? അപ്പോൾ ഇതാണ് ഇവർക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സഹായം സർക്കാർ ചെയ്ത് കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇവരുടെ ഈ പ്രതികരണത്തിന് നമ്മൾ ഒരു വഴി
കണ്ടെത്തുക തന്നെ വേണം. അപ്പോൾ ഓക്കെ.